जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡെയിലി ഗീതയിലേക്ക് നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപമാണ്. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപം. നമ്മളിപ്പം വായിക്കുന്ന അധ്യായം 9ാമത്തെ അധ്യായമാണ്. രാജവിദ്യ രാജഗുഹ്യ യോഗം. ഈ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 17ാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. പിതാമഹസ്യ ജഗതോ മാതാധാതാ പിതാമഹ വേദ്യം പവിത്രമോംകാര ഋക്സാമ യജുരേവച. ഈ അധ്യായത്തിന്റെ പ്രത്യേകതകളൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അധ്യായം വളരെ രഹസ്യമാണ്. ഈ അധ്യായത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ രഹസ്യമാണ്. എല്ലാവർക്കും ഈ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. കാരണം ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്രദ്ധധാന പുരുഷാഹ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യമാം നിവർത്തന്തേ മൃത്യു സംസാര വർമ്മനി. അശ്രദ്ധധാന, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തവർക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭക്തന്മാർക്ക് വേണ്ടിയുള്ള അധ്യായങ്ങളാണ് ഇനിയുള്ള അധ്യായങ്ങൾ. ഭഗവാനെ കുറിച്ചുള്ള അതീവ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഈ അധ്യായം രാജവിദ്യ, ഏറ്റവും ഉന്നതമായിട്ടുള്ള അറിവ്, ഭഗവാനെ കുറിച്ചുള്ള അറിവാണ്. രാജഗുഹ്യം, ഏറ്റവും രഹസ്യമായിട്ടുള്ള അറിവും ഭഗവാനെ കുറിച്ചുള്ള അറിവാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ അദ്ദേഹത്തിന്റെ പേര്. നമ്മൾക്ക് ഇന്ന് വായിക്കാനുള്ളത് 18ാമത്തെ ശ്ലോകമാണ്. നമുക്ക് 18ഉം 19ഉം ശ്ലോകങ്ങൾ എന്ന് വായിക്കാം. 18ാമത്തെ ശ്ലോകം വായിക്കാം. ഓക്കെ, വായിച്ചോളാം. മാതാജി, സഞ്ജീവനി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗതിർഭർത്താ പ്രഭു സാക്ഷി നിവാസാ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജമുവ്യയം. വിവർത്തനം ഭാവാർത്ഥം. ഭക്തി വേദാന്ത ശ്രീല പ്രഭുപാത് കി ജയ്. ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും ഉറ്റമിത്രവും ഞാനാവുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. ഭാവാർത്ഥം. ഗതി എന്നാൽ പ്രാപ്യസ്ഥാനം. കൃഷ്ണനാണ് ആത്യന്തികമായ പ്രാപ്യസ്ഥാനം. മനുഷ്യൻ അത് അറിയുന്നില്ല. കൃഷ്ണനെ കുറിച്ച് അറിയാത്തവർ വഴിപിഴയ്ക്കുന്നു. അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ഒന്ന് മൊബൈലിൽ ടോർച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ഉത്കൃഷ്ടത്തിലേക്ക് ഉള്ളതെന്ന് കരുതിയിരുന്ന മുന്നേറ്റം ഭാഗികമായോ മായികമായോ ആയി പരിണമിക്കുന്നു. ദേവന്മാരെ പ്രാപ്യസ്ഥാനങ്ങളാക്കുന്നവരും ഒട്ടേറെയുണ്ട്. അതാത് ദേവന്മാർക്ക് അനുയോജ്യങ്ങളായ പൂജാവിധികൾ സനിഷ്കർഷ്ടമനുഷ്ഠിച്ച് ആ ഭക്തന്മാർ ചന്ദ്രലോകം, സൂര്യലോകം, ഇന്ദ്രലോകം, മഹർലോകം മുതലായ വെവ്വേറെ ലോകങ്ങളിൽ എത്തിച്ചേരുന്നു. ആ ലോകങ്ങളെല്ലാം കൃഷ്ണനാൽ സൃഷ്ടിക്കപ്പെട്ടവാകയാൽ ഒരേ സമയത്തു തന്നെ കൃഷ്ണാംശങ്ങളായും കൃഷ്ണനിൽ നിന്ന് ഭിന്നങ്ങളായും പറയാവുന്നതാണ്.
കൃഷ്ണശക്തിയുടെ പ്രത്യക്ഷീഭാവമാകയാൽ അവ കൃഷ്ണൻ തന്നെ. എങ്കിലും കൃഷ്ണ സാക്ഷാത്കാരത്തിലേക്ക് അടുപ്പിക്കുന്ന ഓരോ കാൽവയ്പുകളെ ആകുന്നുള്ളൂ. കൃഷ്ണന്റെ വ്യത്യസ്ത ശക്തി കേന്ദ്രങ്ങളോടടുക്കുന്നതും പരോക്ഷമായുള്ള കൃഷ്ണ സാമീപ്യം അത്രേ. പക്ഷെ ഒരാൾ നേരിട്ട് കൃഷ്ണനെ സമീപിക്കുകയാണ് വേണ്ടത്. അത്രയും സമയവും ശക്തിയും നഷ്ടപ്പെടുത്താതെ കഴിക്കാമല്ലോ. ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് എലിവേറ്റർ ലിഫ്റ്റ് ഉപയോഗിച്ച് ഞൊടിയിടയിൽ എത്താമെന്നിരിക്കെ എന്തിനു കോണിപ്പടികൾ ഓരോന്നായി ചവിട്ടിക്കയറണം? സർവവും കൃഷ്ണശക്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണനെ ആശ്രയിച്ച് ഏതൊന്നിനും നിലനിൽപ്പുള്ളൂ. സർവഭൂതഹൃദസ്ഥനായ കൃഷ്ണൻ സർവസാക്ഷിയാവുന്നു. ഏതൊന്നിന്റെയും ഉടമയായ കൃഷ്ണൻ പരമാധികാരിയുമാണ്. എല്ലാം കൃഷ്ണന്റെ ശക്തിയിൽ നിലകൊള്ളുന്നു. നാം ജീവിച്ചു പോരുന്ന പാർപ്പിടങ്ങളും രാജ്യങ്ങളും ഗ്രഹങ്ങളുമെല്ലാം കൃഷ്ണൻ തന്നെ. ആത്യന്തികമായ അഭയസ്ഥാനമാണ് കൃഷ്ണൻ. സ്വരക്ഷയ്ക്ക് വേണ്ടിയും ക്ലേശമോചനത്തിനു വേണ്ടിയും ഏവരും കൃഷ്ണനെ ആശ്രയിച്ചേ തീരൂ. നാം സ്വയം രക്ഷ തേടുന്നത് ജീവശക്തിയിലായിരിക്കണം. സർവോത്കൃഷ്ടമായ ജീവസത്തയാണ് കൃഷ്ണൻ. അദ്ദേഹം നമ്മുടെ തലമുറയ്ക്ക് ഉദ്ഭവസ്ഥാനവും പരമപിതാവുമായിരിക്കെ അതിലുമുപരി മറ്റാരുണ്ട് നമുക്ക് സുഹൃത്തായിട്ട്? അദ്ദേഹത്താൽ മികച്ച ഗുണകാംക്ഷയാവാൻ ആർക്കും കഴിയില്ല. സൃഷ്ടിയുടെ ആദിമോത്പത്തി സ്ഥാനവും പ്രളയത്തിന് ശേഷമുള്ള ആത്യന്തിക വിശ്രമവും കൃഷ്ണനിൽ തന്നെ. അതിനാൽ സർവകാരണങ്ങൾക്കും ശാശ്വതമായ കാരണം കൃഷ്ണൻ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാൻ കഴിഞ്ഞ ശ്ലോകങ്ങളിലും ഈ ശ്ലോകത്തിലും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങൾ, ഭഗവാന്റെ നിയന്ത്രണ ശക്തി, ഭഗവാന്റെ ഐശ്വര്യം, ഇതിനെക്കുറിച്ചെല്ലാം ഭഗവാൻ പറയുന്നു. ഇതെല്ലാം ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. ഭഗവാന്റെ വ്യക്തിത്വം, ഭഗവാന്റെ ശക്തികള്, ഭഗവാന്റെ ഐശ്വര്യം, ഭഗവാന്റെ വിഭൂതികൾ, ഇതെല്ലാം ഭഗവാനെ കുറിച്ചുള്ള നേരിട്ടുള്ള ജ്ഞാനമാണ്. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമഭ്യം. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഗതി എന്ന് പറഞ്ഞു, ഭഗവാൻ തന്നെയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗതി എന്ന് പറയും. ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. പ്രാപ്തിസ്ഥാനം, നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം, അതാണ് ഗതി എന്ന് പറയുന്നത്. ഒരു ജീവാത്മാവിന് എത്തേണ്ട ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിനെയാണ് ഗതി എന്ന് പറയുന്നത്. ഭഗവാനാണ് പരമമായിട്ടുള്ള ഗതി എന്ന് പറയുന്നത്. നമ്മൾക്ക് എത്താൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം ഭഗവാൻ ആയതുകൊണ്ട് ഭഗവാൻ ഗതിയാണ്, അല്ലെങ്കിൽ പരമാം ഗതി, പരമമായിട്ടുള്ള ഗതി ഭഗവാൻ തന്നെയാണ്. ചില ആളുകൾ നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു, ചില ആളുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഭൂമിയിൽ വെച്ച് നേരിട്ട് ഭഗവാനിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. അതിനുള്ള വഴിയും കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധച്ച, എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കുക എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അന്തകാലേച്ച മാമേവ സ്മരൻ മുക്തകളേവ, അവസാന സമയത്തും ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും. അങ്ങനെ അവസാന സമയത്തും ഭഗവാനെ സ്മരിച്ച് ഒരു ജന്മം കൊണ്ട് തന്നെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അതല്ല, അതിന് സാധിക്കുന്നില്ലെങ്കിൽ അനേക ജന്മങ്ങൾ എടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഉയർന്നുയർന്ന് ക്രമേണ പടിപടിയായി പോകാനും സാധിക്കും. അല്ല, ഉയർന്ന ലോകങ്ങളിലേക്ക് പോവുക, അവിടുന്ന് വീണ്ടും ഭക്തി ചെയ്യുക, അതിനും ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുക. അങ്ങനെ ഭക്തിയോഗത്തിൽ ക്രമേണ വേണമെങ്കിൽ നമുക്ക് ഉയർന്നു പോകാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനും സാധിക്കും. നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതാണ് ബുദ്ധി എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദൻ നമുക്ക് പറയുന്നത്. ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് എലിവേറ്റർ ഉപയോഗിച്ച് ഞൊടിയിടയിൽ എത്താമെന്നിരിക്കെ എന്തിന് കോണിപ്പടികൾ ഓരോന്നായിട്ട് ചവിട്ടിക്കയറണം? അല്ല, ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറണമെങ്കിൽ രണ്ട് ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്.
ഒന്ന് എല്ലാ സ്റ്റെപ്പുകളും കയറിയിട്ടുള്ള കോണിപ്പടികളുണ്ട്. മറ്റത് ഒറ്റയടിക്ക് മുകളിലെത്താനുള്ള ലിഫ്റ്റ് ഉണ്ട്. ഇപ്പൊ രണ്ടും ഉണ്ടെങ്കിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യും? നേരെ ലിഫ്റ്റിൽ കയറി പോകും, ഒറ്റയടിക്ക് മുകളിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ നേരിട്ടുള്ള ഭക്തിയോഗം അല്ലെങ്കിൽ ഭഗവാന്റെ നാമജപം ഈ ലിഫ്റ്റാണ്. മറ്റത് മറ്റ് യോഗ പദ്ധതികളിലൂടെ ക്രമേണ കയറി പോകുന്നതാണ്. കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങളോടെ വ്യത്യസ്ത ലോകങ്ങളിലേക്ക് ഉയർന്ന് അവസാനം ഭക്തിയോഗം സ്വീകരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകും. അല്ലാത്ത നേരിട്ടുള്ള പടിയാണ് നേരിട്ടുള്ള ഭക്തിയോഗം. അതാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും വീണ്ടും ജനിക്കുന്ന ആ ഒരു റിസ്ക് നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അടുത്ത ജന്മത്തിൽ നമ്മൾ എന്തായി ജനിക്കുമെന്ന് നമ്മൾക്ക് ഉറപ്പ് ഇപ്പം ഇല്ല. ഈ ജന്മത്തിൽ നമുക്ക് ഭഗവാന്റെ ഭക്തി ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാതെ നമ്മൾ അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. അതാണ് ബുദ്ധി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ തന്നെയാണ് ഗതി, ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. ഗതിർ ഭർത്ത എന്ന് പറയുന്നു. ഭർത്ത, ഭഗവാനാണ് എല്ലാവരുടെയും ഭർത്താവ് എന്ന് പറയുന്നത്. ഭർത്ത, ഭരിക്കുന്നവൻ എന്നാണ് ഭർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഈ ഭൗതിക പ്രകൃതിയിലുള്ള രണ്ട് ശക്തികളെയും നിയന്ത്രിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഭൗതിക പ്രകൃതിയിൽ ഭഗവാന്റെ രണ്ട് തരം ശക്തികളുണ്ടെന്ന് പറഞ്ഞു. ആധ്യാത്മിക ശക്തിയുമുണ്ട്, ഭൗതിക ശക്തിയുമുണ്ട്. അല്ലെങ്കിൽ ഭൗതിക പ്രകൃതിയുമുണ്ട്, ആധ്യാത്മിക പ്രകൃതിയുമുണ്ട്. രണ്ട് പ്രകൃതികളെ നിയന്ത്രിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. മയാധ്യക്ഷേണ പ്രകൃതി. രണ്ട് പ്രകൃതിക്ക് മേലും ഭഗവാന് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണമുണ്ട്. എല്ലാ ജീവാത്മാക്കളെയും നിയന്ത്രിക്കാൻ ഭഗവാന് സാധിക്കും. എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ പ്രകൃതിയായിട്ട് പറയുന്നു. അതുകൊണ്ട് ഭഗവാനാണ് ഭർത്താവ്. എല്ലാ ജീവാത്മാക്കളും പ്രകൃതിയാണ്. ഭഗവാൻ പുരുഷനാണ്, പരമമായിട്ടുള്ള പുരുഷനാണ്. കാരണം ഭഗവാനാണ് എല്ലാ ജീവാത്മാക്കളെയും നിയന്ത്രിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും ഭർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ തന്നെയാണ്. കാരണം എല്ലാ ജീവാത്മാക്കളെയും നിയന്ത്രിക്കുന്ന വ്യക്തി ഭഗവാനാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഭഗവാൻ എത്ര പത്നിമാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എണ്ണമില്ല, അല്ല എണ്ണാൻ സാധിക്കില്ല. ഭഗവാന്റെ പ്രകൃതിയൊക്കെ ഭഗവാന്റെ പത്നിയാണ്. ഭഗവാന് സേവനം ചെയ്യേണ്ട വ്യക്തികളാണ്. അപ്പോൾ ഭഗവാൻ എത്ര പത്നിമാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ജീവാത്മാക്കളുണ്ടെന്ന് ചോദിക്കേണ്ടി വരും. ജീവാത്മാക്കൾ എത്രയാണെന്നാണ് വേദങ്ങളിൽ പറയുന്നത്? സോ അനന്തായ കൽപ്പതേ എന്നാണ് വേദങ്ങളിൽ പറയുന്നത്. ജീവഭൂതസവിജ്ഞേയം സോ അനന്തായ കൽപ്പതേ ഏകോ ബഹൂനാം യോ വിദദാതികാമ എന്ന് വേദങ്ങളിൽ പറയും. അത് ബഹൂനാം, അത് ഒരുപാടുണ്ട്. സോ അനന്തായ കൽപ്പത എന്നാണ് വേദങ്ങളിൽ പറയുന്നത്. എത്ര ജീവാത്മാക്കളും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദങ്ങളിൽ എന്താണ് ഉത്തരം പറയുന്നത്? സോ അനന്തായ കൽപ്പത, അത് അനന്തമാണ്, അതിന് എണ്ണമില്ല എന്നാണ് പറയുന്നത്. ആ എണ്ണമില്ലാത്ത ജീവാത്മാക്കളൊക്കെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ഭർത്ത എന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്ത, നിയന്ത്രിക്കുന്നതാണ്. ഇപ്പൊ ഭഗവാന് 16,108 ഭാര്യമാരുണ്ട് എന്ന് കേട്ടിട്ട് നമ്മൾ ഞെട്ടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അതിൽ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഭഗവാൻ അതിലധികം പത്നിമാരുണ്ട്, അല്ലെ? എല്ലാ പ്രകൃതിയിലുള്ള ജീവാത്മാക്കളൊക്കെ ഭഗവാന്റെ സേവകന്മാരാണ്. ബ്രഹ്മാവ് കൂടുതൽ പറയുന്നുണ്ട്, അല്ലെ? 16,108 എന്ന് ഭാഗവതത്തിൽ പറയുന്നു. ബ്രഹ്മസംഹിതയിൽ നോക്കുമ്പോൾ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. ബ്രഹ്മ പറയുന്നു, ലക്ഷ്മി സഹസ്ര ശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷ തമഹം ഭജാമി എന്നവർ പറയുന്നു. എത്ര ലക്ഷ്മിമാരാണ് ബ്രഹ്മ കാണുന്നത്? ലക്ഷ്മി സഹസ്ര ശതസംഭ്രമ സേവ്യമാനം, 100 × 1000 എന്നാണ് പറയുന്നത്. ശതം × സഹസ്രം, അത്രയും ഭാര്യമാര്. ലക്ഷക്കണക്കിന് ലക്ഷ്മി ദേവിമാരാണ് ഭഗവാനെ സേവിക്കാൻ വേണ്ടി അവിടെ കാവൽ നിൽക്കുന്നത്, അവിടെ കാത്തിരിക്കുന്നത്. അപ്പം ജീവാത്മാക്കളൊക്കെ ഭഗവാന്റെ സേവകന്മാരായതുകൊണ്ട് ജീവാത്മാക്കളുടെ ഒക്കെ ഭർത്താവ് ഭഗവാനാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഭഗവാൻ എത്ര പത്നിമാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സോ അനന്തായ കൽപ്പത എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് അത്രയും അനന്തമാണ് എന്ന് വേദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനെ ഭർത്ത, ഭരിക്കുന്നവൻ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവൻ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഗതിർ ഭർത്ത, പ്രഭു, ഭഗവാനെ പ്രഭുവായിട്ട് യജമാനനായിട്ട് പറഞ്ഞിരിക്കുന്നു. എല്ലാ ജീവാത്മാക്കളുടെയും യജമാനൻ, മാസ്റ്ററായിട്ട് ഇരിക്കുന്നത് ഭഗവാനാണ്, അല്ലെ? ആർക്കും ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ അനുവാദമില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. ദേവന്മാർക്ക് പോലും അവരുടെ ഭക്തന്മാർക്ക് നൽകാനുള്ള അനുഗ്രഹം ഒറ്റയ്ക്ക് നൽകാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു ദേവന് അവരെ ആശ്രയിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും അനുഗ്രഹം നൽകണമെങ്കിൽ ഭഗവാന്റെ പെർമിഷൻ വേണം. കാരണം ഭഗവാനാണ് യഥാർത്ഥത്തിൽ പ്രഭു അല്ലെങ്കിൽ മാസ്റ്റർ ആയിട്ടിരിക്കുന്നത്. എല്ലാ ദേവന്മാരുടെയും മാസ്റ്ററാണ് ഭഗവാൻ എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സാധിഭൂതാദി ദൈവം, എല്ലാ ദേവതമാരുടെയും നിയന്താവ് ഭഗവാനാണ്. ബ്രഹ്മാണമീശം കമലാസനസ്ഥം, ബ്രഹ്മാവ്, മഹാദേവൻ, ഇങ്ങനെയുള്ള എല്ലാ ദേവന്മാരുടെയും ഈശ്വരൻ ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ബ്രഹ്മസംഹിതയിൽ ഈശ്വര പരമകൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ളത്. പരമമായിട്ടുള്ള ഈശ്വരൻ ഭഗവാനാണ്. അപ്പൊ ഇവിടെ ഭഗവാനെ പ്രഭുവായിട്ട് പറഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും യജമാനൻ, ബ്രഹ്മാവിന്റെയും മഹാദേവന്റെയും ഒക്കെ യജമാനനായിട്ട് ഇരിക്കുന്നത്, പ്രഭുവായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് പറയും. ഗതിർ ഭർത്ത, പ്രഭു, സാക്ഷി എന്ന് പറയും. സാക്ഷി, ഭഗവാൻ സാക്ഷിയാണ്. എല്ലാറ്റിനും സാക്ഷിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാന് കാണാത്തതായിട്ടൊന്നുമില്ല. ഈ ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട്. ഭൗതിക ലോകത്തും ആധ്യാത്മിക ലോകത്തും നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഭഗവാന് അറിയാൻ സാധിക്കും. കാരണം എന്താണ്? എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലായിടത്തും ഭഗവാന്റെ കണ്ണുകളും കൈകളും എത്തുന്നുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. സർവത പാണിപാദം സർവതോക്ഷി ശിരോമുഖം, സർവത പാണിപാദം സർവതോ അക്ഷി ശിരോമുഖം. എല്ലായിടത്തും ഭഗവാന്റെ കണ്ണുകളുണ്ട്, അല്ലെ? നമ്മുടെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഹെൽമെറ്റ് ഇടണം, കാരണം അവിടെ CCTV ക്യാമറ വെച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പം അത് ആ ക്യാമറയുടെ പരിധിയിൽ മാത്രമുള്ള കാര്യങ്ങളെ അതിന് കാണാൻ സാധിക്കും. പരിധി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് കാണാൻ സാധിക്കും. പക്ഷെ ഭഗവാന്റെ ക്യാമറയുടെ പരിധി എന്താണ് പറയുന്നത്? സർവത എന്നാണ് പറയുന്നത്. സർവത പാണിപാദം സർവതോ അക്ഷി. എല്ലായിടത്തും ഭഗവാന്റെ അക്ഷികളുണ്ട്, എല്ലായിടത്തും ഭഗവാന്റെ കണ്ണുകളുണ്ട്. അപ്പം ആ ക്യാമറയിൽ നിന്ന് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഒരു ജീവാത്മാവ് എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ സാക്ഷി ഭഗവാൻ തന്നെയാണ്. ആ ജീവാത്മാവ് ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ഭഗവാൻ മറക്കുന്നുമില്ല. ഭഗവാന്റെ മെമ്മറി ഒരിക്കലും ഡിലീറ്റ് ആവുന്നില്ല. കാരണം ഭഗവാൻ ശരീരം മാറി മാറി എടുക്കുന്നില്ല, നമ്മളാണ് ശരീരം മാറി മാറി എടുക്കുന്നത്. ഭഗവാൻ ഒരിക്കലും ശരീരം മാറാത്തത് കൊണ്ട്, ഭഗവാൻ ഏത് രൂപത്തിൽ വന്നാലും ഭഗവാന്റെ ശരീരം ആത്മീയമായതുകൊണ്ട്, ഭഗവാൻ അദ്വൈതമായതുകൊണ്ട്, ഭഗവാന് ശരീരം ആത്മാവ് അങ്ങനെ വേറെ വേറെ ഇല്ല. അതുകൊണ്ടാണ് ഭഗവാനെ അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതം അച്യുതമനാദി അനന്തരൂപം എന്ന് ബ്രഹ്മാവ് പറയുന്നത്. ഭഗവാന്റെ ഓർമ്മശക്തിയും ഒരിക്കലും മാറുന്നില്ല. അപ്പം നമ്മൾ എല്ലാ ജന്മത്തിൽ ചെയ്ത പ്രവൃത്തികളും ഭഗവാൻ ഓർമ്മയുണ്ട് കൃത്യമായിട്ട്. ഭഗവാൻ സാക്ഷിയായിട്ട് ഇരുന്നിട്ട്. അതുകൊണ്ടാണ് നേരത്തെ 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത് ബഹൂനിമേ വിധീതാനി ജന്മാനി തവ ചാർജുന. എല്ലാ ജന്മത്തിലും ഉള്ള കാര്യങ്ങൾ എനിക്കറിയാം. താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. എനിക്കതെല്ലാം അറിയാം, എനിക്കതെല്ലാം വ്യക്തമായിട്ട് അറിയാം. ഇതൊന്നും അറിയാൻ സാധിക്കില്ല. കാരണം നീ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ശരീരം മാറുന്നുണ്ട്. പക്ഷെ ഭഗവാൻ ഒരിക്കലും ശരീരം മാറുന്നില്ല. അതുകൊണ്ട് ഭഗവാന്റെ ഓർമ്മശക്തിക്കും യാതൊരു കുറവുമില്ല. അതുകൊണ്ട് ഭഗവാന് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാന്റെ ഓർമ്മയിൽ, ഭഗവാന്റെ ദൃഷ്ടിയിൽ പതിയുന്നുണ്ട്. അതെല്ലാം പെർമനന്റ് ആയിട്ട് ഭഗവാന്റെ ഓർമ്മയിലുണ്ടാകും. പെർമനന്റ് ആയിട്ട്, അതൊരിക്കലും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അത്രയ്ക്കും ശക്തനായിട്ടുള്ള സാക്ഷിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഗതിർ ഭർത്ത, പ്രഭു സാക്ഷി. സാക്ഷി
നിവാസ ശരണം സുഹൃത്ത്, നിവാസമായിട്ടിരിക്കുന്നത്. ഒരു ജീവാത്മാവിന് ജീവിക്കണമെങ്കിൽ ഒരു സ്ഥലം വേണം. സ്ഥലമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും അല്ലെ? ശൂന്യതയിൽ പോയിട്ട് നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. നമ്മളോട് ശൂന്യതയിലേക്ക് പോയിട്ട് ജീവിക്കണം, അവിടെ ജീവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കും. നമ്മൾ ജീവിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം, ഒരു നിവാസം ആവശ്യമാണ്. ആ നിവാസം നമ്മൾക്ക് നൽകുന്നതും ഭഗവാനാണ് അല്ലെ? ഭൂമി, വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങൾ, ഉയർന്ന ലോകങ്ങൾ, ചന്ദ്രലോകം, സൂര്യലോകം, ഇന്ദ്രലോകം, അതേപോലെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഭൂമി, ഇങ്ങനെയുള്ള വ്യത്യസ്ത ലോകങ്ങൾ നമ്മൾക്ക് നൽകിയിട്ടുള്ളതും ഭഗവാനാണ്. ഇനി ആത്മീയ ലോകത്തിലുള്ള വ്യത്യസ്ത ഗ്രഹങ്ങളാണെങ്കിലും വൈകുണ്ഠ ലോകങ്ങൾ, അത് നൽകുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് താമസിക്കാനുള്ള ഇടം നൽകുന്നത് കൊണ്ട്, ശൂന്യതയിൽ നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹങ്ങൾ നൽകുന്നത് കൊണ്ട്, ആ ഗ്രഹങ്ങളുടെ ഉടമസ്ഥനായിട്ടുള്ള ഭഗവാനെ നിവാസം എന്ന് പറയുന്നു. നിവാസം, ഭഗവാൻ നമ്മൾക്ക് താമസിക്കാനുള്ള ഇടം നൽകുന്നു. നിവാസ ശരണം സുഹൃത്ത്, ശരണം എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ ജീവജാലങ്ങൾക്കും ശരണം നൽകുന്ന വ്യക്തി ഭഗവാനാണ്. ആശ്രയിക്കാവുന്ന വ്യക്തി ഭഗവാനാണ്. ശരണ്യം, അതുകൊണ്ട് ഭഗവാനെ ശരണ്യം എന്ന് പറയും. ശരണം പ്രാപിക്കാൻ യോഗ്യനായിട്ടുള്ള വ്യക്തി ശരണ്യം. ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം, ആ ഭഗവാനെയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ അവസാനത്തിൽ ഭഗവാൻ പറയുന്നത് മമേകം ശരണം വ്രജ. ഒരു ജീവാത്മാവിന് ഭഗവാനെ ശരണം പ്രാപിക്കാതെ നിലനിൽപ്പില്ല. ഭഗവാന് സ്വന്തമായിട്ട് നിലനിൽപ്പുണ്ട്. ഭഗവാൻ ആരെയും ശരണം പ്രാപിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന് സ്വന്തമായിട്ട് നിലനിൽപ്പുണ്ട്, പക്ഷെ ജീവാത്മാവിന് സ്വന്തമായിട്ട് നിലനിൽപ്പില്ല. ജീവാത്മാവിന്റെ നിലനിൽപ്പ് ഭഗവാന്റെ ആശ്രയത്തിലാണ്. അതുകൊണ്ട് ഭഗവാൻ ആശ്രയമാണ്, അല്ലെങ്കിൽ ശരണമാണ്. നമ്മൾ ശരണം പ്രാപിക്കേണ്ടവരാണ്, നമ്മൾ ആശ്രയിക്കേണ്ട വ്യക്തികളാണ്. ഭഗവാനെ ഇവിടെ ശരണം പ്രാപിക്കേണ്ടത് ഭഗവാനെയാണ് എന്ന് പറയും. ശരണം സുഹൃത്ത് എന്നും പറഞ്ഞിരിക്കുന്നു. ഭഗവാനെ സുഹൃത്തായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ സുഹൃത്തായിട്ട് ഭഗവാനെ പറയുന്നത്? നമ്മൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ഭഗവാൻ അറിയാം അല്ല? നമ്മുടെ ഏറ്റവും നല്ല നന്മ അറിയുന്ന ആൾക്ക് നമ്മുടെ സുഹൃത്തായിട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ നന്മ എന്താണ്? ഈ ജനന ചക്രങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് ഭഗവാനുമായിട്ടുള്ള സംഘത്തിൽ ആനന്ദകരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നന്മ, സനാതനമായിട്ടുള്ള ജീവിതം. അതിനെക്കുറിച്ച് ആരാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്? അത് ഭഗവാൻ തന്നെയാണ് പറഞ്ഞു തരുന്നത്. മറ്റാരും നമ്മൾക്ക് പറഞ്ഞു തരുന്നില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ നന്മയെക്കുറിച്ച് പറഞ്ഞു തരുന്നത് കൊണ്ടും അതിലേക്ക് നമ്മളെ എത്തിക്കുന്നത് കൊണ്ടും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് നൽകുന്നത് കൊണ്ടും എല്ലാ ജന്മത്തിലും നമ്മുടെ കൂടെ വന്ന് ഈ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടും ആരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് അല്ലെ? ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ആപത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം എന്ന് ഭഗവാൻ പറയുന്നത്? ഈ ഭൗതിക ലോകം തന്നെ ആപത്താണെന്നാണ് ഭഗവാൻ പറയുന്നത്. ദുഃഖാലയം അശാശ്വതം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഈ ഭൗതിക ലോകം ആപത്താണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഭഗവാൻ നമുക്ക് ജ്ഞാനം നൽകണം. ആ ജ്ഞാനം നൽകുന്ന, നമ്മളെ ഭഗവാനിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഭഗവാൻ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. നമ്മുടെ ഏറ്റവും നല്ല നന്മ കാക്ഷിക്കുന്ന വ്യക്തി ഭഗവാനാണ്. അതുകൊണ്ടാണ് യുഗം തോറും ഭഗവാൻ അവതരിച്ച് ഭഗവാനെ കുറിച്ചുള്ള ഈ ധർമ്മം നമ്മൾക്ക് ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നത്. ഭഗവാൻ നമ്മുടെ സുഹൃത്തായതുകൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ സ്വയം എല്ലാവരുടെയും സുഹൃത്തായിട്ട് ഭഗവാനെ പ്രഖ്യാപിക്കുന്നു. ശരണം സുഹൃത്ത് എന്ന് പറഞ്ഞിരിക്കും. പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജം അവ്യയം. ഒരു വ്യക്തിയുടെ, ഒരു ജീവാത്മാവിന്റെ പ്രഭവം, ഉറവിടം എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്നാണ് ജീവാത്മാക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഭഗവാൻ പറയുന്നുണ്ട്, അഹം ബീജപ്രദപിത സർവയോനിഷു കൗന്ദയ, എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടം ഞാൻ തന്നെയാണ് എന്ന് പറയും. പ്രളയസ്ഥാനം, ഒരു ജീവാത്മാവിന് മരണമുണ്ടാകാനുള്ള കാരണം എന്ത് തന്നെയാണ്?
പ്രളയം ഉണ്ടാകാൻ, അവസാനം ഉണ്ടാകാൻ കാരണം എന്താണ്? ഭഗവാൻ തന്നെയാണ്. കാരണം എന്താണ്? ആ ജീവാത്മാവ് ഭഗവാനെ മറക്കുന്നത് കൊണ്ടാണ്. ജീവാത്മാവിനെ മറക്കുന്ന ജീവാത്മാക്കൾക്കൊക്കെ മരണമായിട്ട് നിൽക്കുന്നതും മൃത്യു അഹം, ഞാൻ തന്നെയാണ് മൃത്യു എന്ന് ഭഗവാൻ പറയുന്നത്. എല്ലാ ജീവാത്മാക്കളുടെ ഉറവിടം മൃത്യു ആയിട്ടിരിക്കുന്നതും മരണമായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. നിധാനം ബീജം അവ്യയം, എല്ലാ ജീവജാലങ്ങളുടെയും വിശ്രമസ്ഥാനവും ആ ബീജവും ഉറവിടവും ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭഗവാന്റെ പൊസിഷൻ, സ്ഥാനം, നമ്മളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഭഗവാൻ എങ്ങനെയൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഭഗവാൻ എന്തൊക്കെയാണ് നമ്മൾക്ക് നൽകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നീട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, തപാമി അഹമഹം വർഷം നിഗൃണാമി ഉത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹം അർജുന. 19ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ധന്യവാദജി, വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തപാമ്യഹമഹം വർഷം നിഗൃഹ്ണാമൃത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹമർജുന. വിവർത്തനം. അല്ലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു, മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഞാനാണ് അമൃതവും മൃത്യുവും, ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. ഭാവാർത്ഥം. കൃഷ്ണൻ തന്റെ വിവിധ ശക്തികളാൽ വൈദ്യുതിയാലും സൂര്യനാലും ചൂടും വെളിച്ചവും പരത്തുന്നു. വേനൽക്കാലത്ത് മഴ പൊഴിയാതെ തടയുന്നതും മഴക്കാലത്ത് വർഷധാരകൾ അഴിച്ചുവിടുന്നതും കൃഷ്ണനാണ്. നമ്മുടെ ജീവിതകാലത്തിന് ദൈർഘ്യം കൂട്ടി ഈ ശരീരത്തെ നിലനിർത്തുന്നതും കൃഷ്ണനാണ്. അന്ത്യദശയിൽ മൃത്യുരൂപത്തിൽ വരുന്നതും അദ്ദേഹം തന്നെ. കൃഷ്ണന്റെ വ്യത്യസ്തങ്ങളായ ഈ ശക്തികളെ വിശകലനം ചെയ്യുന്നതാകയാൽ പദാർത്ഥം, ആത്മാവ് അല്ലെങ്കിൽ ചൈതന്യ വസ്തു എന്നിങ്ങനെയുള്ള ദ്വന്ദ്ഭാവം കൃഷ്ണനിലെന്ന് സ്പഷ്ടമാവും. വാസ്തവത്തിൽ അവ രണ്ടും അദ്ദേഹം തന്നെ. കൃഷ്ണാവബോധത്തിന്റെ ഉച്ചകോടിയിൽ ഏവർക്കും ഈയൊരു ഭാവം ഇല്ലാതാവുകയും ചെയ്യും. ഭക്തൻ എവിടെയും കൃഷ്ണനെ മാത്രം കാണുന്നു. ആത്മാവും പദാർത്ഥവും കൃഷ്ണനാകയാൽ സർവ പ്രത്യക്ഷ ഭൗതിക പ്രപഞ്ചങ്ങളും അടങ്ങിയ ഭീമാകാരമായ ആ വിശ്വരൂപവും കൃഷ്ണനാണ്. ദ്വിഭുജനായ ശ്യാമസുന്ദരനായി ഓടക്കുഴലൂതിക്കൊണ്ട് വൃന്ദാവനത്തിൽ അദ്ദേഹം നടത്തിയ ലീലകൾ എല്ലാം ഭഗവാന്റേതു തന്നെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു, ധന്യവാദജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നു, തപാമി അഹം വർഷം നിഗൃണാമി അമൃതം ചൈവ സദസച്ചാഹം അർജുന. ശ്രീല പ്രഭാതർ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. തപാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജം പ്രദാനം ചെയ്യുന്നവനെന്നാണ് അർത്ഥം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നമ്മള് മോഡേൺ സയൻസിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഭൗതിക ലോകത്തിലേക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഊർജത്തിന്റെ ഉറവിടം സൂര്യനാണെന്ന് പറയും. അല്ല, സൂര്യൻ നമ്മൾക്ക് ചൂടും വെളിച്ചവും നൽകുന്നത്. അതിനെ നിയന്ത്രിക്കുന്ന ആരാണ്? നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. നമ്മുടെ ഗവൺമെന്റിനോ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്കോ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ പറയും നമ്മുടെ ശാസ്ത്രം എത്രയോ പുരോഗമിച്ചു, നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, മോഡേൺ യുഗത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഈ ചൂടും തണുപ്പും നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സൂര്യന്റെ പ്രകാശത്തിനെയോ സൂര്യന്റെ ചൂടിനെയോ നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഏതെങ്കിലും ഗവൺമെന്റിന് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. അല്ല, ഗവൺമെന്റിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതേപോലെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിലൊരു ഡിപ്പാർട്ട്മെന്റിനും ഈ എനർജിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല.
ഈ ലോകത്ത് നമ്മൾക്ക് ലഭിക്കുന്ന ചൂടിനെയും പ്രകാശത്തിനെയും നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. നമ്മൾ എത്ര അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് നമ്മൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? അത് ഭഗവാൻ തന്നെ. അത് ഭഗവാന്റെ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, അല്ലെ? നമ്മൾ ചിലപ്പം അങ്ങനെ അവകാശപ്പെടുന്നുണ്ടാവും പ്രകൃതിയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. പക്ഷേ നമ്മൾക്ക് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഈ വർഷം ഇത്രയും ചൂട് കൂടി, നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾക്കത് സഹിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മോഡേൺ സയൻസ് കൊണ്ട് നമുക്ക് ആ ചൂട് ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല. സൂര്യന്റെ ചൂട്, സൂര്യന്റെ പ്രകാശം, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. തപാമി അഹം വർഷം. മഴ പെയ്യണമെങ്കിലും ഭഗവാൻ വിചാരിക്കണം, അല്ലെ? മഴ നിർത്തണമെങ്കിലും ഭഗവാൻ വിചാരിക്കണം. അതിനും ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കയ്യിലില്ല. മഴ പെയ്പ്പിക്കുന്നതും മഴ നിർത്തുന്നതും ഭഗവാൻ തന്നെയാണ്. അമൃതം ചെയ്വ മൃത്യുശ്ച സദസച്ചാഹം അർജുന. അമൃതം ഒരു ജീവാത്മാവിന് ആത്മീയ ജീവിതം നൽകുന്നത്, മരണമില്ലാത്ത ജീവിതം നൽകുന്നതും ഒരു ജീവാത്മാവിനെ മരണത്തിന് വിധേയമാക്കുന്നതും ഭഗവാൻ തന്നെയാണ്, അല്ലെ? മരണത്തിന് വിധിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഇത്ര കാലം വീണ്ടും വീണ്ടും ജനിക്കണം എന്ന് തീരുമാനിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ അമൃതമായിട്ടിരിക്കുന്നതും മൃത്യുവായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. സദസച്ചാഹം അർജുന. സത് അസത്, സത്തായിട്ടും അസത്തായിട്ടുമുള്ള എല്ലാ ഊർജവും ഭഗവാനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഭൗതിക ശക്തിയും ആത്മീയ ശക്തിയും ഭഗവാനിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ അറിഞ്ഞിരിക്കണം. ആ വിഭൂതികൾ അറിയുന്നതിലൂടെയാണ് നമ്മൾക്ക് ഭഗവാന്റെ ഐശ്വര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഭഗവാനോട് യഥാർത്ഥ ആരാധന നമ്മൾക്കുണ്ടാവുന്നത്, ഭക്തി, ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത്. അടുത്ത അധ്യായത്തിൽ വിശദമായിട്ട് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. 10ാമത്തെ അധ്യായം വിഭൂതി യോഗം തന്നെയാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് അവിടെ കേൾക്കാൻ സാധിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. ഈ 2 ശ്ലോകത്തിൽ നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ള ഈ 2 ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം ചെല്ലാം. വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?